നമസ്കാരം. 2 ദിവസത്തെ കേരള സന്ദർശനത്തെത്തിയ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ ഈ വാർത്താ ദിനത്തിൽ ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളിൽ ഒന്നായി മാറി. BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കേരളത്തിൽ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഒപ്പം കേരളം പിടിക്കാൻ ചില നിർദ്ദേശങ്ങളും പ്രവർത്തകർക്ക് മുന്നിൽ പ്രധാനമന്ത്രി വെച്ചു. നേരത്തെ 4000 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചതാണ്. ഇന്ന് 2 കേസുകളിൽ കൂടി കോടതി ജാമ്യം നൽകിയതോടെ രാഹുൽ ജയിൽ മോചിതനാകും. വൈകിട്ട് 6 മണിയോടെ ജയിൽ മോചിതനാകും എന്നതാണ് റിപ്പോർട്ട്. അതിനിടെ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാന വാർത്തകൾ വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അല്പസമയം മുൻപ് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് എല്ലാ കേസുകളിലും ജാമ്യം. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ CJM കോടതിയും ജാമ്യം അനുവദിച്ചു. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. നടപടികൾ പൂർത്തിയായാൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. ജാനുവരി 8-നാണ് അടൂരിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നു. എന്നാൽ ചില മറുവാദങ്ങൾ കൂടി മറുഭാഗം ഉന്നയിക്കുന്നത് നമ്മൾ അതിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞതുമാണ്. ഇന്നിപ്പോൾ എന്താണ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് 2 കോടതികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉപാധികളോടെയാണല്ലോ ജാമ്യം അനുവദിച്ചത്. അനുജ, പ്രതിഷേധ മാർച്ചിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 5 കേസുകളായിരുന്നു എടുത്തിരുന്നതിൽ ആദ്യ കേസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമായിരുന്നു. അതായിരുന്നു വളരെ ഗൌരവ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത്. ശേഷം അദ്ദേഹം റിമാൻഡിൽ കഴിയവേ മറ്റു കേസുകളിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 2 കേസുകളിൽ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അത് സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും DGP ഓഫീസിലേക്കുള്ള മാർച്ചുമായി ബന്ധപ്പെട്ട ഈ എടുത്ത കേസിൽ അതിൽ തിരുവനന്തപുരം CJM കോടതിയുമാണ് ഈ ജാമ്യാപേക്ഷകൾ പരിഗണിച്ചത്. അതിൽ ഏറ്റവും നിർണായകം സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ആ കേസിൽ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കവേ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. അതിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അക്രമത്തിന് ആഹ്വാനം ചെയ്തതും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ട സാഹചര്യമുണ്ട്, അതിന്റെ ആവശ്യകതയുണ്ട്. മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അത് കോടതി അംഗീകരിക്കരുതെന്നും അദ്ദേഹത്തിന് ജാമ്യം നൽകരുതെന്നും ശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതിന് മറുവാദമായി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഇങ്ങനെയാണ്. അതിലൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹമാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വാദം നിലനിൽക്കുക? കൂടാതെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അത് സർക്കാർ ഡോക്ടർ പരിശോധിച്ചില്ല, അത് പരിഗണിച്ചില്ല എന്നുള്ള വാദം കൂടി പ്രതിഭാഗ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. ഈ വാദം പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം അനുവദിച്ചത്. രണ്ടാമത്തെ കേസിൽ ഗൌരവ സ്വഭാവത്തിലുള്ള കാര്യമായ വകുപ്പുകൾ ചുമത്തിയില്ല. അപ്പോഴും പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 2 കേസുകളിലും ജാമ്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതികൾ ജാമ്യം അനുവദിച്ചതിൽ ആദ്യ കേസ് സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപയും രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിവെക്കണം. കൂടാതെ 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. ഇതാണ് ജാമ്യവ്യവസ്ഥ. ഇനി DGP ഓഫീസിലേക്കുള്ള മാർച്ച് അല്ലെങ്കിൽ അതിലെ പ്രതിഷേധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ 25,000 രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ 2 ആൾജാമ്യം, എല്ലാ ചൊവ്വാഴ്ചയും 9-നും 11-നും ഇടയിൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നിങ്ങനെയാണ് ജാമ്യവ്യവസ്ഥ ഉള്ളത്. ഏതായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഇന്ന് 6 മണിക്ക് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. 6 മണിയോടുകൂടി അദ്ദേഹം പൂജപ്പുര ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചായിരിക്കും സെക്രട്ടേറിയറ്റ് മുൻപിലേക്കുള്ള മാർച്ചിനെത്തുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വൈരം തീർക്കാൻ പിണറായി പോലീസ് എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവമാണ്. അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കാനും നിലവിൽ ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും
തീരുമാനിച്ചിട്ടുണ്ട്. നാടകീയമായിരുന്നു അറസ്റ്റ്, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ജനുവരി 8-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന അന്നു മുതൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സമാനതകളില്ലാത്ത പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും പ്രതിഷേധ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തി. യൂത്ത് കോൺഗ്രസിന് പഴയ ശക്തിയുണ്ടെന്നുള്ള കാര്യം അവർ തെളിയിച്ചു. അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ജയിലിലടച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അത് തെളിഞ്ഞു. ജാമ്യം ലഭിച്ചതോടെ അത് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ തന്നെ അടയ്ക്കണമെന്നുള്ള വാശി സർക്കാരിനുണ്ടായിരുന്നു. LDF-നും CPM-നും അതുണ്ടായിരുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി സജീവമായി ചർച്ചയാക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, ഷഫീദ്, ഇപ്പോൾ 6 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ജാമ്യ ഉത്തരവ് കോടതി ജയിലിലേക്ക് എത്തിക്കേണ്ടതുണ്ടല്ലോ, അതിന്റെ നടപടിക്രമങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? മറ്റ് കോടതി നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ജാമ്യ ഉത്തരവ് കോടതി ജയിലിൽ എത്തിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെയാണെങ്കിൽ 6 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും. അങ്ങനെയാണെങ്കിൽ ഇതൊരു മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. കാരണം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത്. ജയിൽ മോചിതനായി അദ്ദേഹം നേരെ വരുന്നത് സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചിലാണ് എന്നുള്ള പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ കൂടി ശക്തി തെളിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അതൊരിക്കലും ഒരു പ്രതിഷേധ മാർച്ച് എന്നതിനപ്പുറത്തേക്ക് അതിന്റെ സ്വഭാവം മാറുകയാണ്. അതൊരു ആഹ്ലാദ പരിപാടിയും ആഘോഷ പരിപാടിയും സ്വീകരണ പരിപാടിയുമായി മാറും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനുജ, ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ട് ഞാൻ തിരികെ എത്താം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ച കോടതി വിധി സർക്കാരിനേറ്റ പ്രഹരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. രാഷ്ട്രീയ വിജയത്തെക്കാൾ വലുതാണ് നീതിയുടെ വിജയം. നീതി വൈകിയാണെങ്കിലും ലഭിക്കുമെന്നതിന്റെ സൂചനയാണ് കോടതി വിധിയെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കേൾക്കാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ തന്നെ നിർത്തണമെന്നുള്ള നിർബന്ധം ഗവൺമെന്റിനും പോലീസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇല്ലാത്ത കേസുകൾ മുഴുവൻ ചികഞ്ഞെടുത്ത് വീണ്ടും ആ കേസുകളെല്ലാം അദ്ദേഹത്തിന്റെ തലയിൽ ആരോപിച്ച് ജാമ്യം റദ്ദാക്കാനോ അല്ലെങ്കിൽ കിട്ടാതിരിക്കാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചത്. ഇത് അസാധാരണമായ ഒരു പോലീസ് നടപടിയാണ്. ഇതിന്റെ കാരണം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ജുഡീഷ്യറി മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമായി സൂചന ഉണ്ടാവുന്നത്. തീർച്ചയായും ഇത് സർക്കാരിനേറ്റ പ്രഹരമാണ്. അത് ഇനിയെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിന്റെയും നീതിയുടെയും വിജയം അല്പം വൈകിയാണെങ്കിലും ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ പല മുതിർന്ന നേതാക്കളും നമ്മളോട് പ്രതികരിക്കുമ്പോഴും അവരൊക്കെ പറയുന്നത് ഇതിൽ സർക്കാർ കാണിച്ചിട്ടുള്ള അനാവശ്യ വ്യഗ്രത എന്നുള്ളതാണ്. ഒരു കേസ് നിലനിൽക്കെ തന്നെ കൂടുതൽ കേസുകൾ ചുമത്തുന്നു. അത് ജാമ്യം ഒരു കാരണവശാലും ലഭിക്കരുത് എന്ന മനഃപൂർവ്വമായൊരു കരുനീക്കം എന്ന തരത്തിലേക്കാണ് അതിനെ കാണുന്നത്. ഒപ്പം കോടതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായത് ഡിസംബറിലാണ്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയും ഏത് സാഹചര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി വരും നാളുകളിലും കോൺഗ്രസ് ഉയർത്തും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യേകതകളുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലേക്ക് എത്തുന്നത് തന്നെ ഒരു വലിയ വിവാദത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു വലിയ വിവാദത്തിന് ചുവട്ടിലേക്കായിരുന്നു. നമുക്കറിയാം, വ്യാജ തിരിച്ചറിയൽ രേഖാ കേസാണ്. യൂത്ത് കോൺഗ്രസിനകത്തും അതേപോലെ തന്നെ പുറത്ത് ഈ മറ്റു പാർട്ടികൾക്കാണെങ്കിലും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഏത് വിഷയത്തിനാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇങ്ങനൊരു പ്രതിഷേധ പരിപാടികൾ നടത്തിയത്, അതിൽ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ജയിലിലേക്ക് പോകുന്ന, ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ നടന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകളുടെ പോലീസുകാരെ കൊണ്ട് തല്ലി ഒതുക്കാനുള്ള ശ്രമം നടന്നു. അങ്ങനെ പോലീസിന്റെ നിറനായത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതലയേറ്റ് അതിന് ആദ്യ തവണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച്, ആ മാർച്ച് വലിയ രീതിയിൽ ആഘോഷമാക്കാൻ, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തന്നെ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിൽ അകപ്പെടുന്നു, അല്ലെങ്കിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ തീവ്രത അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇനി മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന ജനുവരി 9-ാം തീയതി, അതിന് തൊട്ടുമുൻപ് അദ്ദേഹത്തിന് കസ്റ്റഡി എടുക്കുന്ന 8-ാം തീയതി, ഈ ദിവസങ്ങൾക്ക് തൊട്ടുമുൻപൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ഡിസംബർ 20-നാണ്, കേസെടുക്കുന്നത് ഡിസംബർ 20-നാണ്. അതിനുശേഷം ഇത്രയും ദിവസത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ, തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ, കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവലിനടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു, അന്നും അറസ്റ്റ് ചെയ്യാതെ, തൊട്ടടുത്ത ദിവസം ബന്ധുക്കളുടെയും മാതാവിന്റെയും മുൻപിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്
ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഈ അറസ്റ്റിന് ശേഷം ആദ്യം നടത്തിയ ആരോപണം. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നില്ലെന്നും രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള കേസിൽ അകപ്പെട്ട അറസ്റ്റിലായി പോകുമ്പോൾ മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കാതെ പോലീസ് ചില നീക്കങ്ങൾ നടത്തി. അത് സർക്കാരിന്റെ വൈരാഗ്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ കോൺഗ്രസ് ഉന്നയിച്ചു. ശേഷം നടന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സകല പ്രതിഷേധ പരിപാടിയിലും അവർ ഉന്നയിച്ച ക്യാപ്ഷൻ അതായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്നു, അതിനും അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാരെ എല്ലാ തരത്തിലും, അതായത് ആ റൈവറിയുടെ ഭാഗമായി മുഖ്യമന്ത്രി വേട്ടയാടുന്നു, അതിന് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും കരുവാക്കുന്നു, ആ റൈവറി മുഖ്യമന്ത്രി ഒരു തരത്തിലും മുൻപ് സംസ്ഥാനത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ നടപ്പാക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും UDF ഒന്നടങ്കവും നേരെ മാർക്ക് ചെയ്ത കാര്യമാണ്. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജാമ്യാപേക്ഷ, അതായത് ആദ്യ കേസിൽ സെക്രട്ടേറിയറ്റ് പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ റിമാൻഡിൽ കഴിയവേ അദ്ദേഹത്തിന് ജാമ്യം പരിഗണിക്കുന്ന ഈ ദിവസം തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ മറ്റു കേസുകളിൽ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് വിധത്തിലുള്ള മര്യാദയാണ്? അതല്ലെങ്കിൽ ഇത്രയും കാലം പോലീസ് എവിടെ പോയി കിടന്നു അറസ്റ്റ് ചെയ്യാണ്ട് എന്നുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉയർത്തിയതൊരു ക്യാമ്പയിനായി മാറ്റിയിട്ടുണ്ട്. ആ ക്യാമ്പയിൻ പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശക്തമായി തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറസ്റ്റ് അകാരണമായിരുന്നു, മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു. രാഷ്ട്രീയ പ്രതിഷേധ സമരങ്ങൾക്ക് എന്തിന് അറസ്റ്റ്? മാത്രവുമല്ല, സർക്കാരിന്റെ കൊള്ളരുതായ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതടക്കമുള്ള ക്യാപ്ഷനുകൾ ഉയർത്തിയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്യാമ്പയിൻ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാണാം. അതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉയർത്തുകയും ചെയ്യും. അനുജ, ശരി, ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അനാവശ്യമായി അകാരണമായി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് ചുമത്തുകയും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ പുറത്തു വിടാതിരിക്കാൻ എന്നല്ല വീണ്ടും 3 FIR കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി എത്ര കണ്ട് ഹീനമായ പ്രവൃത്തിയാണ് കേരള ഗവൺമെന്റ് ഒരു യൂത്ത് കോൺഗ്രസിനോട് നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിപ്പോ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഒന്ന് രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും, 2 നിയമപരമായി നേരിടും. നിയമപരമായ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഞങ്ങളുടെ പ്രതിനിധി സലിം മാലിക് കൂടി തത്സമയം ചേരുന്നു. സലിം ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങും എന്നതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? അനുജ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അല്പസമയം മുൻപ് ഈ ജയിലിൽ എത്തിയിരുന്നു. അങ്ങനെ വലിയ നിലയിൽ ഒരു ആവേശകരമായ ഒരു സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ നിന്ന് നൽകുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരൊക്കെയും തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ തന്നെ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്തുണ്ട്. ആ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കൂട്ടി അതിന് നേതൃത്വം നൽകുക ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ആയിരിക്കും. BV ശ്രീനിവാസ് നേരിട്ട് ഇവിടേക്കെത്തി വലിയ നിലയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുക, ഒരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് നിലവിലെ പദ്ധതി. അതിനായി ഓരോ പ്രവർത്തകരായി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും നിലവിൽ ഇവിടേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അല്പസമയം മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് ഹിറ്റ്ലറും മുസോളിനിയും നാണിച്ചു പോകുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് പിണറായി വിജയന്റേത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല 24നോട് പ്രതികരിച്ചതും ആ നിലയിലായിരുന്നു. അത് ഒരു രാഷ്ട്രീയ വിജയത്തിന് അപ്പുറത്തേക്ക് ഒരു നീതിയുടെ വിജയമാണ് എന്നുള്ളതാണ്. സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം, കാര്യങ്ങൾ തിരുത്തണം എന്നുള്ളതും രമേശ് ചെന്നിത്തല പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരമാവധി ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനും ഒപ്പം തന്നെ ജാമ്യം റദ്ദാക്കാനുമായി പരമാവധി ശ്രമങ്ങൾ പോലീസും സർക്കാരും നടത്തി. പക്ഷേ നീതി അല്പം വൈകിയാലും അത് തന്നെ വിജയിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുലിന്റെ ജാമ്യം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആ വിധത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പ്രതികരണം നടത്തുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിലയിലുള്ള ഒരു വിജയം, അത് രാഷ്ട്രീയ വിജയം എന്ന നിലയിലും നിയമ പോരാട്ടത്തിന്റെ വിജയം എന്ന നിലയിലുമൊക്കെ ഈ കേസിനെ അടയാളപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം 14 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് മുൻപേ തന്നെ രാഹുലിനെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ കോൺഗ്രസിന് നിയമ പോരാട്ടത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെ 14 ദിവസമെങ്കിലും ജയിലിൽ ഇടണം എന്നുള്ളത് പോലീസിന്റെ ഒരു അജണ്ടയാണ് എന്ന് കരുതും വിധമായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. പ്രത്യേകിച്ചും ഇന്നലെ ഈ 2 കേസിൽ ജാമ്യം ലഭിച്ച
വിളിച്ചപ്പോൾ തന്നെ മ്യൂസിയം സ്റ്റേഷനിലും കന്റോൺമെന്റ് സ്റ്റേഷനിലും മറ്റ് 2 കേസുകൾ കൂടി രേഖപ്പെടുത്തി അതിലെ ഒഫീഷ്യൽ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പരമാവധി കേസുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെയും എല്ലാത്തിലും ജാമ്യം ലഭിച്ചുകൊണ്ടാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. 4 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു. അല്പസമയത്തിനകം ഒരുപക്ഷെ 6 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് എന്നുള്ളതാണ്. വലിയ സ്വീകരണം ഒരുക്കാൻ കാത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തും. ഇപ്പോൾ പ്രവർത്തകർ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് സലിം മാലിക് നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്ത. കേരളത്തിൽ ജയിക്കാൻ കഠിന പ്രയത്നം വേണമെന്ന് പ്രവർത്തകരോട് പ്രധാനമന്ത്രി. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്താനും മറൈൻ ഡ്രൈവിൽ നടന്ന BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിന് പങ്കുണ്ട്. വിപരീത പരിതസ്ഥിതിയിലും BJPക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിന്റേതും മികവുറ്റ സംഘാടനമെന്നും പ്രധാനമന്ത്രി പ്രശംസിച്ചു. केरला दिल्ली विजय का नेतृत्व करने की ताकत वाला बन गया है। चुनाव जीतने के लिए हम लोकसभा जीतने की बात तो करेंगे, लेकिन यहां शक्ति केंद्र के कार्यकर्ता आए हैं। हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे। हम हमारे बूथ में पराजित नहीं होंगे. LDFനെയും UDFനെയും രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി പ്രസംഗത്തിലുടനീളം ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. LDF UDF का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है. आज भारत को दुनिया विश्व मित्र के रूप में देख रही है. पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടിയുടെ 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിലെ വേദിയിലെത്തിയത്. കപ്പൽ നിർമ്മാണ കേന്ദ്രമായി കൊച്ചി മാറുമെന്നും കേരളത്തിന്റെ കൂടി വികസനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, केरला में आज जिन 3 प्रोजेक्ट्स का लोकार्पण हुआ है, उनसे मैरीटाइम सेक्टर में इस क्षेत्र की हिस्सेदारी और बढ़ेगी. नया ड्राई डॉक भारत का नेशनल प्राइड है. इसके बनने से यहां बड़े जहाज, बड़े वेसल तो आ ही सकते हैं, साथ ही यहां शिप बिल्डिंग और शिप रिपेयर का काम भी संभव होगा. इससे भारत की विदेशों पर निर्भरता कम होगी और जो पैसा हम विदेश भेजते थे वो देश में ही लगेगा. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങി. ഞങ്ങളുടെ പ്രതിനിധികൾ എബിൻ ജോസും രാഹുൽ വിജയനും തത്സമയം. എബിൻ ജോസ്, ഇപ്പോൾ ഈ ഒരു വിവാഹത്തിന് വേണ്ടി എത്തി എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയ അജണ്ട നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു, BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം. ഏറ്റവും ഒടുവിലായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചല്ലോ. അനുജ, കേരളത്തിൽ നിന്ന് BJPയുടെ പ്രാതിനിധ്യം, BJP അംഗം പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രധാനമന്ത്രി. അതിന് പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയാണ് ഉണ്ടായത്. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കണം. ഓരോ വീടുകളിലും ചെന്ന് BJP സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവിടെ ആളുകളിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ കന്നി വോട്ടർമാരെ കണ്ട്, പ്രത്യേകിച്ച് പുതിയതായി വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളെ ആകർഷിക്കാനുള്ള നടപടികൾ, അവരെ കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള നടപടികൾ എല്ലാം ഈ ബൂത്ത് തലത്തിൽ നിന്ന് തുടങ്ങണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി എടുത്തു പറയുന്നത്. കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാകൂ എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ ആഹ്വാനമായിരുന്നു ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന BJP പരിപാടിയിൽ നമ്മൾ കണ്ടത്. അല്പസമയം കഴിഞ്ഞ് ഞാൻ തിരികെ എത്താം. കാരണം ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി ജയശങ്കറിനൊപ്പം
യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുണ്ട് തത്സമയം. രാഹുൽ മാങ്കൂട്ടത്തിലിന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ എത്തിയിരിക്കുകയാണ് ശ്രീനിവാസ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പാർട്ടി ആഹ്വാനം ചെയ്ത നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ കൂടിയാണ് ഇദ്ദേഹം എത്തിയത്. ജയശങ്കർ, എന്താണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് പറയാനുള്ളത്? അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, തത്സമയം തന്നെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. രാഹുൽ ഗോട്ട് bail today. We are also fighting with legally and politically. These kind of things, government non-stop against Youth Congress workers, beaten like anything. You can see from last 17-18 days to government, like in North India, Narendra Modi ji's government, what they are doing in UP, Madhya Pradesh, like this happening in Kerala. This is the first time. It's like one coin. The both BJP and communists, they are showing their style. So we are ready. The Rahul ji has given clear instruction. Daro mat. So we are fighting like anything for justice all over India, in Kerala, everywhere we are ready to fight with Congress. Protest will continue? Yes, 100% we are continue protest. We are not going to afraid on this. They are putting on case. For that we are not going to any. We are continue to fight like anything in future also. In upcoming Lok Sabha election is there. Where is injustice is there, we are fight for justice. Kerala government called UDF to join protest against central government in Delhi. Yes, that is for that senior leaders. Youth Congress opinion. Yes. No, that is we are party. What says we are Youth Congress. Party line we are follow. അതായത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ പി വി ശ്രീനിവാസ് 24-നോട് സംസാരിക്കുകയായിരുന്നു. BJPയും CPIഎമ്മും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്നു. ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് എന്തോ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കേസുകളിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോകില്ല, തങ്ങൾ പോരാട്ടം തുടരും എന്നാണ് പി വി ശ്രീനിവാസ് വ്യക്തമാക്കിയത്. പി വി ശ്രീനിവാസ് 24-നോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ എബിൻ ജോസിലാണ് നിർത്തിയത്. എബിന് തുടരാം. അതായത് ഏത് തരത്തിലേക്കുള്ള ആഹ്വാനമാണ് നരേന്ദ്രമോദി ഇന്ന് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയത്? കേരളം പിടിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നത് വിശദമായി തന്നെ പറയുകയായിരുന്നല്ലോ പ്രധാനമന്ത്രി. അനുജ, 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJPയുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി എണ്ണി ഓരോ പ്രവർത്തകരോടും പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതായത് എന്താണ് ഓരോ ബൂത്ത് തലത്തിൽ ചെയ്യേണ്ടത്? ഓരോ വീട്ടിലും ചെന്ന് ആളുകളെ നേരിട്ട് കാണണം, എല്ലാ ദിവസവും ആളുകളുമായി സമ്പർക്കം പുലർത്തണം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം, ഈ നമോ ആപ്പ് ഉൾപ്പെടെ ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കണം, സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഈ ആളുകളുമായി ബന്ധപ്പെടണം എന്നുള്ള ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങൾ ദേശീയ നേതൃത്വം ഏത് രീതിയിലാണ് കേരളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതോടൊപ്പം തന്നെ അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ശുചിയാക്കുന്നതും അതോടൊപ്പം തന്നെ ദീപങ്ങൾ തെളിയിക്കുന്ന കാര്യവുമെല്ലാം അദ്ദേഹം ആവർത്തിച്ചു. കേരളത്തിൽ നിന്ന് കഠിനമായി പ്രയത്നിച്ചാൽ ഒരു പാർലമെൻറ്റ് മെമ്പർ BJPക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രവർത്തകർക്ക് ഏത് തരത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ആഹ്വാനമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ മറൈൻ ഡ്രൈവിൽ നടന്ന പ്രസംഗം. ശരി, രാഹുൽ വിജയനിലേക്ക് കൂടി. രാഹുൽ, ഇന്നിപ്പോൾ 4000 കോടിയുടെ 3 പ്രധാനപ്പെട്ട വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ കപ്പൽശാലയുമായി ബന്ധപ്പെട്ടത് ഏറ്റവും വലിയ ഡോക്യാർഡ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. LPG ടെർമിനലുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അത് ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ച് വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പലതവണ പ്രധാനമന്ത്രി എടുത്തു പറയുന്നത് നമ്മൾ കേട്ടു. അനുജ, 4000 കോടി രൂപയുടെ 3 വലിയ പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിലെ ഡ്രൈഡോക്ക് തന്നെയാണ്, ഷിപ്പ്യാർഡിലെ ഡ്രൈഡോക്ക് തന്നെയാണ്. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡ്രൈഡോക്കാണ്
ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണ കേന്ദ്രമായി, ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കേന്ദ്രമായി കൊച്ചി മാറുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മാത്രമല്ല കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും ഈ പുതിയ പദ്ധതികൾ കൊണ്ട് വഴിയൊരുങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പ്രധാനമന്ത്രി പറയുകയും ചെയ്തത്. ഇതിൽ 2000 കോടി രൂപയുടെ പദ്ധതി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും അതുപോലെ തന്നെ 2000 കോടി രൂപയുടെ പദ്ധതി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയുമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വലിയ തരത്തിലുള്ള ഒരു മുതൽക്കൂട്ടാവും, രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പദ്ധതികൾ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയും ചെയ്തത്. ശരി, 3 വികസന പദ്ധതികൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് 4000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, മെഗാ പ്രോജക്റ്റുകളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചുള്ള സമരത്തിന് UDF ഇല്ല. CPIഎമ്മുമായി സഹകരിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്നാണ് മുന്നണി വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവും ഉപനേതാവും തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. സർക്കാരിനെതിരായ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെ സഹകരിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ ചോദിച്ചു. ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ, ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു, വാർണിംഗ് ഇല്ലാതെ ആ വാട്ടർ ക്യാൻ അടിക്കൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ കേസ്, ഓരോരു നോൺ ബെയിലബിൾ കേസ് അടിച്ച് കള്ളനെപ്പോലെ വീട്ടിൽ ചുറ്റും 6 മണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളോടൊപ്പം നമുക്ക് സഹകരിക്കാൻ സാധിക്കും എന്നൊരു ചോദ്യമുണ്ട് ചിലവരുടെ മനസ്സിൽ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഈ ഭരിക്കുന്ന സർക്കാരും ഒരു ഉത്തരവാദിത്വമുണ്ട്. അഥവാ ഞങ്ങളോടൊപ്പം സഹകരിക്കണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ പെരുമാറട്ടെ. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതിനിടെ ഒന്നിച്ചുള്ള സമരത്തിന് പ്രതിപക്ഷത്തെ വീണ്ടും ക്ഷണിച്ചു മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇത് മുഴുവൻ വരട്ടെ, ധാരണ പുറത്തേക്ക് വന്നതിന് ശേഷം അതിൽ പ്രതികരിക്കാം. യോജിച്ചുള്ള സമരം അനിവാര്യമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കടുത്ത പകപോക്കൽ സമീപനമെടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ മുന്നണിയിലോ വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുക. ഹോൾ സ്റ്റേറ്റ് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും LDFനും UDFനും BJPക്കും മറ്റ് എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പകപോക്കൽ സമീപനം കാരണം വന്നിട്ടുള്ളത്. അതിലെല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. AV ജയശങ്കർ തത്സമയം വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ അല്പസമയം മുൻപാണ് മന്ത്രി സജി ചെറിയാനും പറഞ്ഞിരുന്നു പ്രതിപക്ഷം കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് തങ്ങളുടെ ആഗ്രഹം എന്ന്. എന്നാൽ പ്രതിപക്ഷം നിലപാടറിയിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയെ. അതിലേറ്റവും പ്രധാനമായി അവർ പറയുന്നത് അണികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, തങ്ങളോടുള്ള നിലപാട്, സർക്കാർ നിലപാട് ഇത്തരത്തിലായിരിക്കെ ഒരു യോജിച്ച സമരം നടത്തിയാൽ ഇതാണോ നിലപാട്? അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിച്ചുള്ള ഒരു സമരം അത് ശരിയാകില്ല എന്നത് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നേതൃത്വം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ എടുത്തുചാടിയ ഒരു പ്രതികരണം വേണ്ട. UDF ചേർന്ന് വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, ചർച്ച ചെയ്തതിനു ശേഷം ഒരു പരസ്യ പ്രതികരണം നടത്തിയാൽ മതിയെന്നാണ് UDF നേതൃത്വത്തിലെ ധാരണ. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ UDF ചേർന്നുകൊണ്ട് ഇതിലൊരു തീരുമാനം അറിയിക്കുമെന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ശശി തരൂർ സംസാരിച്ചപ്പോൾ നിലവിൽ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് നടത്തുന്ന സമീപനം വെച്ച് എങ്ങനെ യോജിച്ച് സമരം ചെയ്യാനാകുമെന്നാണ് ചോദിച്ചത്. പരോക്ഷമായി പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. പക്ഷെ മന്ത്രിമാരും മറ്റും സർക്കാർ ഇത്തരത്തിൽ യോജിച്ചുള്ള ഒരു സമരത്തിന് LDFനൊപ്പം UDF വരണമെന്നൊരു ആവശ്യം ഇന്ന് ആവർത്തിക്കുകയുണ്ടായി. ഈ സജി ചെറിയാനും PA മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ സമാനമായ തരത്തിലുള്ള കാര്യം പറയുകയുണ്ട്. എന്തായാലും യോജിച്ചുള്ള ഒരു പ്രക്ഷോഭം നടന്നാൽ അത് അണികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയം മുമ്പാണ് ജാമ്യം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് സംസ്ഥാന പോലീസാണ്. സമരത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. സമരത്തിന്റെ പേരിൽ റിമാൻഡ് ചെയ്തു, വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. അത്തരം വിഷയങ്ങളെല്ലാം പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇല്ല എന്നുള്ളൊരു അന്തിമ നിലപാടിലേക്ക് തന്നെയായിരിക്കും UDF കടക്കുക. ലീഗിലെ ഒരു വിഭാഗത്തിന് സമാനമായ രീതിയിൽ BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാകണമെന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ലീഗിലെ പൊതു നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളും വേണ്ട എന്നൊരു സമീപനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരി, ഇതാ
കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചുള്ള സമരത്തിനില്ല എന്നൊരു നിലപാടിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുന്നു. ആ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 4 പേർ മരിച്ച അപകടത്തിന് കാരണം അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. സംഗീത നിശയ്ക്ക് മതിയായ ആസൂത്രണമോ സുരക്ഷാ ക്രമീകരണമോ ഉണ്ടായില്ല. പരിധിയിലധികം ആളുകളെ അനുവദിച്ചെന്നും തൃക്കാക്കര ACP PV ബേബി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, സർവകലാശാല ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ ആ അന്വേഷണം എവിടെ എത്തി എന്നതറിയില്ല. അതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട്. ഗുരുതരമായ അലംഭാവം അത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണോ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? അനുജ, തീർച്ചയായും. കാരണം പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്നുള്ളത് തന്നെയാണ്. ആസൂത്രണത്തിലും സംഘാടനത്തിലും ഒക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്ന പരിപാടി, അതിൽ 1000 പേർക്ക് ഇരിക്കാവുന്ന വേദിയിൽ കുസാറ്റിൽ നിന്ന് മാത്രം 4000 കുട്ടികളെ പങ്കെടുപ്പിക്കുക, പുറത്തുനിന്നെത്തിയത് എത്രയെന്ന് അറിയാതിരിക്കുക, സംഘാടനത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന അധ്യാപകർ ആരും സ്ഥലത്തില്ലാതിരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള പോരായ്മകൾ സംഘടിപ്പിക്കുകയും അത് ഒരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത്രയും വിവരങ്ങൾ പോലീസ് അക്കമിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകുമ്പോഴും ഈ ദുരന്തത്തിൽ 4 ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ സർവകലാശാലയുടെ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിനിടയിലാണ് കുറ്റക്കാരെ ഏതൊക്കെ തരത്തിലാണ് വീഴ്ചകൾ വരുത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ, അദ്ദേഹമായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരി, കുസാറ്റ് ദുരന്തത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന്, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ എന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇന്ന് സംഭവിച്ചതിൽ ഇനി ബിസിനസ് വാർത്തകളാണ്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. രാജ്യത്തെ വിപണികൾ നെഗറ്റീവ് മോഡിൽ. സെൻസെക്സ് 1600 പോയിന്റിലേറെ കുറവ് രേഖപ്പെടുത്തി. ദേശീയ ഓഹരി വിപണി 2% ഇടിഞ്ഞു. അടിത്തറയില്ലാത്ത കയറ്റമാണ് വിപണിയിലെന്ന പൊതുവിലയിരുത്തൽ. പലിശ നിരക്ക് കുറഞ്ഞേക്കില്ലെന്ന സൂചനകളും വിപണിക്ക് തിരിച്ചടിയായി. ഓട്ടോ, ബാങ്ക്, മെറ്റൽ ഓഹരികൾക്ക് നഷ്ടം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4000 കോടി രൂപയുടെ 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലെന്ന് നരേന്ദ്രമോദി. പ്രധാന നാവികശക്തിയാക്കി രാജ്യത്തെ മാറ്റും. വരുന്ന 4 വർഷത്തിനകം കൊച്ചി കപ്പൽശാലയുടെ വിറ്റുവരവ് ഇരട്ടിയാക്കുമെന്ന ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. ഏറ്റവും വലിയ ഫോൺ നിർമ്മാതാക്കളെന്ന കിരീടം സാംസങ്ങിൽ നിന്ന് തട്ടിയെടുത്ത് ആപ്പിൾ. 2010 ശേഷം ലോക വിപണിയുടെ 1/5 പിടിച്ച് ആപ്പിൾ. പോയ വർഷം ആപ്പിൾ കയറ്റുമതി ചെയ്തത് 235 ദശലക്ഷം യൂണിറ്റുകൾ. സാംസങ്ങിന്റെ കയറ്റുമതിയിൽ ഇരട്ടയാക്കിയ ഇടിവ്. 226 ദശലക്ഷം കയറ്റുമതിയായി സാംസങ് 2ാം സ്ഥാനത്തെന്ന് ഗവേഷണ സ്ഥാപനമായ IDC. ഇന്ത്യ മികച്ച നിക്ഷേപാവസരമുള്ള രാജ്യമെന്ന ബഹുരാഷ്ട്ര കമ്പനികൾ. ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പണപ്പെരുപ്പ ഭീഷണിയിലും ഇന്ത്യക്ക് തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ഐക്യ മുതൽ മാസ്റ്റർ കാർഡ് വരെയുള്ള കമ്പനികൾ. മികച്ച വളർച്ചാ സാധ്യതകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങൾ ഏറെയെന്ന മാസ്റ്റർ കാർഡ് പ്രസിഡന്റ് ലിങ് ഹായ്. ജെൻ AI-ക്ക് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടെന്ന IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ്. ജെൻ AI ചില തൊഴിലുകളെ ക്രിയാത്മകമാക്കുമെന്നും ഉൽപാദനക്ഷമത കൂട്ടുമെന്നും ദാവോസിൽ നൽകിയ അഭിമുഖത്തിൽ പരാമർശം. AI-യുടെ പ്രഭാവം ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരത്തിലാകുമെന്നും ഗീത ഗോപിനാഥ്. ഭക്ഷ്യവളം സബ്സിഡികൾക്കായി അടുത്ത വർഷം 4 ലക്ഷം കോടി നീക്കിവച്ചേക്കും. നടപ്പ് സാമ്പത്തിക വർഷം ഭക്ഷ്യവളം സബ്സിഡികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് മൊത്തം ബജറ്റ് ചെലവിന്റെ 1/9. സംയോജിത സബ്സിഡികൾ കുറയ്ക്കാൻ സാധ്യത. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികളെ സംബന്ധിച്ച് തുടർച്ചയായ 2ാം ദിവസവും തകർച്ചയിലാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഒറ്റ ദിവസത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ഇടിവാണ് ഇന്ന് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. നിഫ്റ്റി 21,571 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് 460 പോയിന്റ് കുറഞ്ഞ്
21,571 പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഇടിവാണ് ഇന്ന് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി സൂചികകളെല്ലാം തന്നെ ഇന്ന് റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ആയാലും നിഫ്റ്റി ബാങ്ക് ആയാലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ തന്നെ ആയാലും വളരെയധികം നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ തകർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, HDFC അവരുടെ 3ാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷേ ആ അറ്റാദായത്തിൽ വളരെയധികം ഒരു മികവ് രേഖപ്പെടുത്തിയെങ്കിലും അവരുടെ ഒരു വായ്പാ വളർച്ചയും അതുപോലെ തന്നെ മാർജിനും ഒക്കെ തന്നെയും ആളുകൾക്കിടയിൽ അത്ര കണ്ട പ്രതീക്ഷ നൽകിയില്ലെന്ന് വേണം പറയാം. ആ ഒരു ഇടിവാണ് ഇത്തരത്തിൽ ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായിരിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി സെൻസെക്സിലേക്ക് കടന്നാൽ സെൻസെക്സ് സൂചിക, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സ് 16,000 പോയിന്റ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറക്റ്റ് 1628 പോയിന്റ് ഇടിഞ്ഞ് 71,500 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഡോളർ റേറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡോളർ ഇന്ന് കുറച്ച് കരുത്താർജിച്ചിരിക്കുകയാണ്. ഈ ഡോളറിന് കരുത്താർജിച്ച ഒരു വിധത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റ് തലത്തിൽ ഡോളറിൻ്റെ മികവ് കൂടിയതുകൊണ്ട് തന്നെ അവർ അന്താരാഷ്ട്ര തലത്തിലേക്ക് നിക്ഷേപകരൊക്കെ തന്നെ പോയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ വില മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡോളർ റേറ്റ് 83.146 ആണ് ഇന്നത്തെ രൂപയ്ക്കെതിരായ ഡോളറിന്റെ റേറ്റ്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. ശ്രീ പോൾ തോമസ്, HDFC അവരുടെ 3ാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഒരു സ്ലോ ഡൗൺ ഉണ്ടായി. ഇതൊക്കെ തന്നെ കാരണമാണോ ഇന്ന് വിപണി ഇത്തരത്തിലൊരു ഇടിവ് നേരിടാൻ കാരണം? അതെ, രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഇടിവിന് കാരണം. ഒന്ന്, ഈ പറഞ്ഞ പോലെ HDFC ബാങ്കിന്റെ റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രതീക്ഷിച്ചതുപോലെ ഒരു നല്ല റിസൾട്ട് ആയിരുന്നില്ല. അതിൻ്റെ റിസൾട്ടിൽ ഒരു 33% നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒക്കെ റൈസ് ഉണ്ട് എന്ന് കാണിച്ചിരുന്നെങ്കിലും അത് HDFC ബാങ്കും തമ്മിൽ മെർജ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർലി റിസൾട്ടും ഈ വർഷത്തെ ക്വാർട്ടർലി റിസൾട്ടും തമ്മിൽ കമ്പയറബിൾ അല്ല. എന്നാൽ അതിൻ്റെ നെറ്റ് NPAയിലൊക്കെ ചെറിയ വർധനകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു HDFC ബാങ്കിൻ്റെ അപ്രതീക്ഷിതമായ മോശം റിസൾട്ട് കാരണം HDFC ബാങ്ക് ഏകദേശം 8.4% ഇന്ന് താണാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് ബാങ്ക് ഷെയറുകൾ ICICI ബാങ്ക് 2.7%, കോട്ടക് 3.7%, ആക്സിസ് 3.3% എല്ലാം താഴ്ന്നു. പ്രധാനമായിട്ടും ബാങ്കിങ് ഷെയർസ് ആണ് ഇന്ന് താഴ്ന്നത്. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിന് മാത്രം ഏകദേശം 14% വെയിറ്റേജ് നിഫ്റ്റിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു താഴ്ച വന്നത്. എന്നാൽ IT സ്റ്റോക്സ് ഒക്കെ ഇന്ന് പോസിറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. IT നിഫ്റ്റി ആണെങ്കിലും 0.65% മുകളിലാണ് ക്ലോസ് ചെയ്തത്. മറ്റ് ഷെയറിനെയൊന്നും സെക്ടേഴ്സിനെയും കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാരണം, ഫെഡറൽ റിസർവിൻ്റെ ഇന്നലെ രാത്രി ഒരു അനൗൺസ്മെൻറ്റ് വന്നതനുസരിച്ച് ഉടനെ അവർ റേറ്റ് കുറയ്ക്കുന്നില്ല എന്നും കുറച്ച് കഴിഞ്ഞാലും ഒരു 0.25% ഒക്കെ ഈ 24 കുറയ്ക്കുകയുള്ളൂ എന്നുമുള്ള ഒരു പ്രഖ്യാപനം അവരിൽ നിന്നും വന്നിരുന്നു. അതും വേൾഡ് മാർക്കറ്റുകളെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്തത്. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ വലിച്ചത്. പക്ഷേ ഈ ബാങ്കിങ് ഷെയർസിൽ വന്നിട്ടുള്ള ഈ ഒരു താഴ്ച വരുന്ന ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് വ്യൂവിൽ ഇന്ന് അതിഥിയായി ചേർന്നത്. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ഉത്തർപ്രദേശ് ഘടകം. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് നിർമ്മൽ ഖാത്രി അടക്കമുള്ളവർ വ്യക്തമാക്കി. പ്രതിഷ്ഠാ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അയോധ്യ വിഷയം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ എന്ത് നിലപാടാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്? അനുജ,
ഉത്തർപ്രദേശ് കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് മറ്റ് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാം എന്ന് പറയുന്ന രീതിയിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ അനുകൂലമായിട്ട് രംഗത്തെത്തുന്ന, അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെ പങ്കെടുക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഛാത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് പ്രത്യയശാസ്ത്രത്തെ നേരിടേണ്ടത് പ്രത്യയശാസ്ത്രം കൊണ്ടാണ് എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് അയോധ്യയിലെ ഇപ്പോഴത്തെ പരിപാടികൾ കടക്കുകയാണ്. ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപായിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല തയ്യാറാകുന്ന ഇടമാണ് എനിക്ക് പിന്നിൽ കാണാനായിട്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്. ആ രാംലല്ല ഇവിടെ നിന്ന് ഈ തയ്യാറാക്കിയ രാംലല്ല ബാലനായ രാമന്റെ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ആ കാണുന്ന വേദിയിൽ അവിടെ പൂർത്തിയായിരിക്കുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ആ വിഗ്രഹം ആ വാഹനത്തിൽ കയറ്റി ഈ രാമക്ഷേത്രം, പുതുതായിട്ട് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകും. വലിയ ഒരു ജനവലിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ സരയുവിൽ നിന്നുള്ള ജലകുംഭങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അതിനുശേഷം ഈ വിഗ്രഹത്തിൽ ആ ജലകുംഭങ്ങൾ ജലം ഒഴിച്ചുകൊണ്ട് സ്നാനം ചെയ്യും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആചാരമായിട്ടുള്ള 5 ദിവസത്തെ തുടർന്ന് നിൽക്കുന്ന പ്രാണപ്രതിഷ്ഠ വരെ നീണ്ടു നിൽക്കുന്ന ആചാരങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് അവിടെയാണ്. ഈ തൊട്ടു പിന്നിൽ കാണുന്നിടത്താണ് ഈ വിഗ്രഹം തയ്യാറാക്കിയ നടപടികൾ ഉണ്ടായത്. അവിടെ നിന്നാണ് ആ വാഹനത്തിൽ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയാം. ഈ കൊണ്ടുപോകുന്ന രാംലല്ല നാളെയാണ് ഈ സാങ്ക്ടം സാനിറ്റോറിയത്തിലെ സന്നിധാനം എന്ന് പറയാവുന്ന ഇടത്തെ ഈ നിർദ്ദിഷ്ട ഭാഗത്ത് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കൂടി അയോധ്യ കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ദിവസത്തെ ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഇന്ന് ഉത്തർപ്രദേശ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകളൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആണ് ഈ 2 സർവീസുകൾ, കൊൽക്കത്തയിലേക്കും ബംഗളൂരുവിലേക്കും ഉള്ള സർവീസുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അനുജ, ആർക്കെ ഈ പരിപാടിയോടനുബന്ധിച്ചുള്ള സുരക്ഷ എങ്ങനെയാണ് അയോധ്യയിൽ? അത് ശക്തമാക്കിയിട്ടുണ്ടല്ലോ. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ എന്ന് നമുക്ക് പറയാം. വലിയ തണുപ്പുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് വലിയ തണുപ്പുണ്ട്. പോലീസിന്റെ ഒരു വലിയ നീണ്ട നിര നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇവിടെ നിന്നുള്ള രാംലല്ല കൊണ്ടുപോകുന്ന ഇടത്തേക്ക് അവിടെ നിന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അതിന്റെ ഒരു സുരക്ഷാ പെർമിഷൻ നൽകിയാൽ മാത്രമേ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അയോധ്യയിൽ 3 വിഭാഗങ്ങൾ, അത് കേന്ദ്രസേനയുടെയും ഒപ്പം ഉത്തർപ്രദേശ് പോലീസിന്റെയും ഉത്തർപ്രദേശ് സ്പെഷ്യൽ സെല്ലിന്റെയും നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കും. ഉന്നത ഉദ്യോഗസ്ഥർ ഈ രാമ വിഗ്രഹം തയ്യാറാക്കിയിരിക്കുന്ന ഇടത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നഗരത്തിൽ എല്ലായിടത്തും 3 ലെയർ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ രാമക്ഷേത്രം തയ്യാറാക്കിയിരിക്കുന്ന മേഖലയിൽ അടക്കം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചു വരുന്നത് CRPF ആണ്. അവർ ഈ പ്രതിഷ്ഠാ ദിനം വരെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും. കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ അവർ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് പോലീസിന്റെയും സ്പെഷ്യൽ വിഭാഗത്തിന്റെയും 2 ലെയർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധനകൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ഈ ഹോട്ടലുകളിലടക്കം എല്ലായിടങ്ങളിലും എത്തുന്നവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അവരുടെ പരിശോധനകളടക്കം നടത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ 22-ാം തീയതി വരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അയോധ്യയിൽ എന്ന് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ശരി, രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ്
രാധാകൃഷ്ണൻ നൽകിയത്. രാംലല്ലയുടെ വിഗ്രഹം അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അങ്ങനെ കനത്ത സുരക്ഷയിലാണ് അയോധ്യ നിലവിലുള്ളത്. ഇന്ന് സംഭവിച്ചത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ഗോകുൽ രവിയും സോന ജെറിയും. നമസ്കാരം.